നീ പോയതിനു ശേഷം നിന്റെ സാധനങ്ങളെല്ലാം ഒരു പെട്ടിയിലാക്കി സൂക്ഷിച്ചു വച്ചിരുന്നതാ. ഇരിക്ക്. നമ്മുടെ അച്ഛൻ കിടന്ന മുറിയായത്. നീ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ വന്നു കയറി നിന്റെ ആദ്യ രാത്രി ഈ മുറിയിലായിരിക്കണമെന്ന് നീയും ആഗ്രഹിച്ചു, ഞാനും ആഗ്രഹിച്ചു. അവളെപ്പോലൊരു പിഴച്ച പെണ്ണ് വന്ന് കിടന്ന ഈ മുറി അവള് പോയതിനു ശേഷം തൂത്തു തുടച്ച് വൃത്തിയാക്കിയെടുത്തതാ. ശുദ്ധികലശമെന്ന് വേണമെങ്കിൽ പറയാം. ഈ മുറി നീ അന്ന് ബോംബെക്ക് പോയത്. അവസാനം അവള് ഇറങ്ങിപ്പോയത് ഈ മുറിന്ന് തന്നെയാ. ആ വഴി അങ്ങനെ അങ്ങ് പോവേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നമ്മുടെ അച്ഛൻ അശരീരി പോലെ പറയുന്നതായിട്ട് എനിക്കും തോന്നി. എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. എല്ലാ സാധനങ്ങളും എടുത്ത് വൃത്തിയാക്കി വെച്ചു. നീ വരുന്നത് കാത്ത്. ഈ ക്യാമറ വാങ്ങിക്കാൻ നീ എൻ്റെ അടുത്ത് വന്ന് പൈസ ചോദിച്ചു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് ഞാനത് സമ്മതിച്ചില്ല. നീ വഴക്കിട്ടു, ഞാൻ നിന്നെ തല്ലി. പക്ഷേ നിന്റെ മനസ്സെന്താന്ന് ഞാൻ അറിഞ്ഞില്ല മക്കളെ. കലയും കച്ചവടം ഒന്നല്ലാന്ന് എനിക്കറിയാം. നീ ബിസിനസ്സിൽ എൻ്റെ കൂടെ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ നിന്റെ ഉള്ളിലെ കല ഞാൻ തെറ്റായി വ്യാഖ്യാനിച്ചു. അതിനെന്താ ചേട്ടാ, ഇത്രയും കാലം കഴിഞ്ഞ് ചേട്ടനത് മനസ്സിലായല്ലോ. എനിക്ക് വേണ്ടി ഒരു പ്രോജക്റ്റിന് വേണ്ടി ഓടുന്നില്ലേ, പണം മുടക്കുന്നില്ലേ? മോനെ, ഒരുപക്ഷെ അന്നേ നമ്മളിത് ചെയ്യുമായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച പോലൊരു പെണ്ണ് ഈ വീട്ടിൽ വന്ന് കയറിയിരുന്നെങ്കിൽ ഇതെല്ലാം അന്നേ സംഭവിച്ചേനെ. ചേട്ടാ, അതൊക്കെ സംഭവിക്കാനുള്ളതായിരുന്നു. ഇനിയെല്ലാം മറന്നു കളയാൻ ഞാൻ തയ്യാറാ. ചേട്ടാ, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് ഏട്ടൻ കൊണ്ടുവന്ന് തരണം. അത് മാത്രം മതി എനിക്ക്. അത് പറയാനാടാ ഞാൻ വന്നത്. നീ ഡിവോഴ്സിന് നോട്ടീസ് അയച്ചോ? ഇല്ല ഏട്ടാ. എങ്കിലും അത് നാളെ തന്നെ അയക്കണം. വക്കീലാരാ? ഇസ്മായിൽ സേട്ടൻ. അയാൾ നമ്മുടെ കൂടെ നിൽക്കുമോ? അല്ലെങ്കിൽ ചിത്ര പറഞ്ഞ് നമുക്കൊരാളെ വയ്ക്കാമെന്ന്. അത് വേണ്ട ഏട്ടാ. ഇനി നീ കുറച്ചേരം ഒന്ന് കിടക്ക്. ഓർക്കാൻ പഴയ നല്ല കാര്യങ്ങൾ മാത്രം മതി കൂട്ടിന്. കേട്ടോ? ചെല്ലി. റഷീനെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. എടി, വെക്കേഷൻ വരുമല്ലേ, അപ്പൊ അവരോട് പോവാന്ന് പറ. ഞാൻ പറഞ്ഞ അവൻ കേക്കത്തില്ല. എടി, നീ പറഞ്ഞാലേ അവൻ കേക്കൂ. എന്താ? എടി, അവൾ അങ്ങ് തറവാട്ടി പോയില്ലേ? പിന്നെ എനിക്ക് അവിടെ കാര്യം അന്വേഷിച്ച് നടക്കലല്ലേ പണി. ഓ എടി, അത് ഉടനെ തുടങ്ങും. എടി, അനന്തനും അനന്തന്റെ ചേട്ടനും കൂടിയല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നേ. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഞാൻ തന്നെ. ചാച്ചാജി ആയാലും അനന്തന്റെ പ്രൊഡക്ഷൻ ആയാലും ആ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അൻസാർ കൊടുവള്ളി തന്നെയാ. വേദനയൊക്കെ കുറഞ്ഞില്ലേ മോനെ? ഇനി കുറച്ച് നടക്ക്. അത് തന്നെയാ ഡോക്ടറും പറഞ്ഞു അമ്മച്ചി. ഇല്ലെങ്കിലേ കാലിലെ മസിൽസ് ഒക്കെ അങ്ങ് ലൂസായി പോവും. വോക്കർ വെച്ച് കാലുകുത്താൻ പറ്റുന്നില്ല അമ്മേ. വെറുതെ പറയുന്ന അമ്മേ. ചേട്ടനോട് പിന്നല്ലാതെ. അവനിനി സ്കൂളിൽ പോയിരിക്കാനുള്ള അടവായിരിക്കും. അവൻ അങ്ങനെയൊന്നുമില്ല. ഇല്ലടാലു. എന്തായാലും വെറുതെ കിടന്ന് തടി കൂടി ഒരാഴ്ച കൊണ്ട് ആളെ ഇരട്ടിയായി. മോർണിംഗ് എഴുന്നേറ്റേ, എഴുന്നേറ്റേ. നമുക്കൊന്ന് ചെറുതായിട്ട് നടക്കാം. കുറച്ച് ദേ അവിടം വരെ. വേണ്ടമ്മേ, വേദനിക്കും. നാളെ മതി. എന്നാ കിടക്കട്ടെ.
സത്യം. ഇനിയിപ്പോ ഈ വർഷം സ്കൂളിൽ പോക്ക് നടക്കത്തില്ലല്ലോ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. മാർച്ചിൽ എക്സാമിനേഷൻ, ഏപ്രിൽ, മെയ് വെക്കേഷൻ, ജൂണിലാ ഇനി അഡ്മിഷൻ. 8 മാസം ഇനി വെറുതെ ഇരിക്കണം. അതൊന്നും കുഴപ്പമില്ല, ഇവിടെ ഇരുന്നും പഠിക്കാമല്ലോ. മക്കൾക്ക് ഞാൻ ടെക്സ്റ്റ് ബുക്കും നോട്ടും ഒക്കെ വാങ്ങിച്ചു തരാം കേട്ടോ. അനേ, ആ, സ്കൂളിൽ പിള്ളേർക്ക് അഡ്മിഷൻ ഒക്കെ ശരിയാക്കിയിട്ടുണ്ടേ. ശരിയായോ? പീറ്റർ അച്ഛനെ ഉടക്ക വെച്ചത് പിന്നെ മനസ്സിലായത്. പക്ഷെ ഞാനങ്ങ് മോളിലങ്ങ് പിടിച്ചു. മോളി പിടിക്കാൻ എവിടുന്ന് പിടിച്ചെന്നാ? ഏലിക്കുട്ടി പരിശ്രമിച്ചതാ. കാർദിനാലുമായിട്ടേ ഏലിക്കുട്ടിക്ക് ഭയങ്കര ബന്ധമാ. ഏലിക്കുട്ടി കളത്തിപ്പറമ്പെന്ന് പറഞ്ഞാലേ ഭയങ്കര അംഗീകാരമാ സഭയില്. ഒറ്റ കോള് സംഗതി റെഡി. പിള്ളേരുമായിട്ട് അങ്ങ് ചെന്നോളാം. അവളെന്റെ മോളാ. അതെ, ഐഡിയ തന്ന ആരാ? ഞാൻ അല്ലയോ? ഐഡിയ കൊണ്ട് വല്ല കാര്യമുണ്ടോ? കൊച്ചപ്പ അപ്പൊ തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ പോകാൻ പറ്റും. സ്കൂൾ ബസ് ഇതിലേ വരില്ലല്ലോ, അപ്പുറത്തൂടാ പോകുന്നേ. ഇവിടുന്ന് 1 കിലോമീറ്റർ നടക്കേണ്ടി വരും. അത് സാരില്ല അനി, ഞാൻ കൊണ്ടാക്കിയോളാം. വല്ല ഓട്ടോക്കാരെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചേച്ചി റോഡിൽ പോയി നിക്കണ്ട, ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ. മിണ്ടായിരിക്കടി. അഡ്മിഷൻ ഫീസും സ്കൂൾ ഫീസും എല്ലാം കൂടെ നല്ലൊരു തുകയാവും. അത് ഞാൻ പറയാം. നിങ്ങളുടെ കാണുമല്ലോ കാശ്, ചെലവാക്ക്. ഗ്രഹനാഥ അലക്സച്ചായനാണല്ലോ. അപ്പൊ സ്കൂള് ശരിയായോ അമ്മേ? ഞാനത് ഒരു ഒറ്റയ്ക്ക് പോണോ അമ്മേ? അതുവരെ മോൾ ഒറ്റയ്ക്ക് പോ. നടക്കാറാവുമ്പോ മോളുടെ കൂടെ ചേട്ടൻ. മക്കളെ, ദാണ്ടേ അപ്പാപ്പൻ എന്തൊക്കെയാ വാങ്ങിച്ചോണ്ട വന്നേന്നറിയാമോ? മോക്കെന്തുവാ വേണ്ടേ? കപ്പലണ്ടി മിഠായി. മോനോ? ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ്. മോന് ബിസ്ക്കറ്റ്, മോക്ക് കപ്പലണ്ടി മിഠായി. എല്ലാം തിന്നല്ലേ, അപ്പാപ്പനോട് തരണേ. അപ്പൊ ആദിത്യ ഫിലിംസ് ഒഫീഷ്യലായി ഈ പ്രോജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നു അല്ലേ ചിത്രേ? ആ, പിന്നെ നിങ്ങളുടെ കൂടെ നിന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് സുധാകർജി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് ഞാനില്ല കേട്ടോ. എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. പറ്റിയ ഒരാളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓക്കെ, ആളിപ്പിങ്ങി വരും. അതും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ മുമ്പേക്ക് മടങ്ങിപ്പോത്തുള്ളൂ. മറ്റൊന്നും വിചാരിക്കരുത്, വേറെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാ. വിനീഷ് ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ആൾ ഏബിൾ ആണോ? നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണോ? പിന്നെ എക്സ്പീരിയൻസ്ഡാ, എത്രയോ വർഷത്തെ. നിങ്ങൾക്കതിൽ വിരോധം ഉണ്ടോന്നാ അറിയേണ്ടത്. വിനീഷ് പ്രപ്പോസ് ചെയ്തെങ്കിൽ അത് ഓക്കെ ആയിരിക്കും അല്ലേ ചിത്രേ? അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷെ ആളാരാ? ഓൺ ദി വേയാ, ഇപ്പൊ ഇങ്ങെത്തും. എന്തായാലും സുധാകർജി പറഞ്ഞ ആളല്ലേ, മോശമാവാൻ വഴിയില്ല. എക്സ്പീരിയൻസും ഉണ്ടാവും. എന്തായാലും മലയാളിയാണല്ലോ, അപ്പൊ അത് ഓക്കെ അല്ലേ ചിത്രേ? ആള് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഓക്കെ, ആള് വരട്ടെ. ആ ബേബിച്ച, ഞാൻ താഴ്ത്തു വരാം. ഓക്കെ. ബേബിച്ച വാ. എല്ലാവരും ഉണ്ടോ? ഉണ്ട്. ഞാനും അനന്തന്റെ ചേട്ടനും ഒരുമിച്ച് നടത്തുന്ന മൂവ്മെന്റ് ആണെന്ന് അവനറിയില്ലല്ലോ. ഏയ്, അതവൻ അറിയോ? ഞാൻ ബേബിച്ചനെ സുധാകർജിയുടെ ആളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മതി, അത് മതി. ബാക്കിയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഒരു മിനിറ്റ്, ബോംബെ ഓഫീസിൽ നിന്നാണ്. ഹലോ, ബോലോ ബോലോ. ദേ ആള് വന്നിട്ടുണ്ട്, വന്നാട്ടെ. തെലുങ്കിൽ സൂപ്പർ ഹിറ്റായ പടമല്ലേ? ബാഹുബലി ഡയറക്ടറെ അസോസിയേറ്റ് ചെയ്ത പടാ. ക്ലബിലൊക്കെ കയറിയതാ. ഹിന്ദിയില് റീമേക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടേ പലരും ചോദിച്ചിട്ട് കൊടുത്തില്ല. പന്തളം ബേബി.
ഷാറൂഖ് ഖാന്റെ കമ്പനി വരെ പുറകെ നടക്കല്ലായിരുന്നോ? പിന്നെ സുധാകർജിക്ക് ഒരു ഗുഡ് വില്ലും ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് സംഭവിച്ചതാ. ആ ഞാനേ നാളെ എഗ്രിമെന്റ് ചെയ്യാൻ ഹൈദരാബാദിലേക്ക് പോവാ. അത് കഴിഞ്ഞ് ബോംബെ ഹൗസിലേക്ക്. ആ ഇപ്പൊ ഞാൻ ആദിത്യ ഫിലിംസിന്റെ ഓഫീസിലാ. മീറ്റിംഗ് കഴിഞ്ഞാ ഞാൻ ഉടനെ അങ്ങോട്ട് വിളിക്കാം. ഓ ഞാൻ അതിന്റെ ഫുൾ സ്ക്രിപ്റ്റും വായിച്ചാ. ഓ ബ്രില്യൻ സ്ക്രിപ്റ്റ്. അനുഭവജ്ഞാനവും ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഇത് എഴുതാൻ പറ്റൂ. ആ ആ ഉണ്ട് ഉണ്ട്, അന്റെ സാറിന്റെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഞാൻ പറയാം. താങ്ക് യു. സോറി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരാ. ഫ്ലൈറ്റ് കൊച്ചി വഴിയായിരുന്നു, അതുകൊണ്ട് അല്പം ലേറ്റ് ആയത്. ബൈ ദ ബൈ മിസ്റ്റർ അനന്തൻ, ഞാൻ താങ്കളെ കുറിച്ചും സുധാർജിയോട് സംസാരിക്കായിരുന്നു. വിനീഷേ, ഇയാളുടെ കാര്യമാണോ പറഞ്ഞത്? അതെ, സുധാകർജി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാ ആദിത്യൻ സാർ. ഇതാണ് പന്തളം ബേബി സാർ. ആ എനിക്ക് പറഞ്ഞറിയാം. അനന്ത, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്നായിരുന്നല്ലോ സുധാർജി എന്നോട് പറഞ്ഞത്. അനന്തൻ DOP ആയിട്ട് ഷോർട്ട് ഫിലിം ചെയ്തില്ലേ, നമ്മുടെ അവാർഡ് കിട്ടിയ അന്ന് തൊട്ടയുള്ള ഞങ്ങളുടെ പരിചയമല്ലേ. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പൊ പിന്നെ ഒന്നും ആലോചിക്കാനില്ലല്ലോ. ഇദ്ദേഹം തന്നെ നമ്മുടെ ആദിത്യ ഫിലിംസിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലേ? എത്ര അതെ, അങ്ങനെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. മേഡമാണ് ഇതിന്റെ പ്രൊഡ്യൂസർ സുധാർജി സാർ എന്നോട് പറഞ്ഞിരുന്നു. അതൊക്കെ വെറുതെ പറയുന്നതാ. എന്റെ ഒരു മെന്റൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇതാ ഒരു ബ്രദേഴ്സ് കമ്പനിയാ, ഞാനൊരു സപ്പോർട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ചേട്ടാ ഇനി വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? അനാവശ്യമായ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ, ഇടപെടുകയില്ല. പക്ഷേ അവൻ ആള് കുഴപ്പാ. ഈ പ്രോജക്റ്റ് അവൻ നശിപ്പിക്കും, നമ്മളെ തമ്മിൽ തെറ്റിക്കുകയും ചെയ്യും. ഉറപ്പാ എനിക്ക്. മോനങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയണമെങ്കിൽ വേണ്ട, ഒഴിവാക്കാം, വേറെ ആളെ വയ്ക്കാം. ഞാൻ ചിത്രയോട് പറയാം. ചേട്ടാ അവനെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം, എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണം. വൈകിട്ടേ നമുക്ക് ഹോട്ടലിലിരിക്കാം. കൊടുവള്ളി അതിനുള്ള ഏർപ്പാടും ചെയ്യും. അതെ ചിത്രേ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അനന്തം പറയുന്നത് വേറെ പ്രൊഡക്ഷൻ മാനേജറെ വയ്ക്കാന്ന്. അയാൾ ശരിയാവത്തില്ലെന്ന്. അതെന്താ ശരിയാവാത്തെ? സുധാകർജി കൊണ്ടുവന്ന ആളല്ലേ. മാത്രമല്ല അതൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചേട്ടത്തി മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എന്റെ അഭിപ്രായം നോക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു ശരി. നമുക്ക് വഴക്ക് വേണ്ട മോനെ. വഴക്കല്ല ചേട്ടാ, നല്ല തീരുമാനമായി നന്നായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് പറയുന്ന നിന്റെ പ്രശ്നം ആരുമായിട്ടാണെന്ന് എനിക്കറിയാം, എന്താണെന്നും എനിക്കറിയാം. അറിയാലോ, ചേട്ടത്തിക്ക് എല്ലാം അറിയാലോ. ചേട്ടാ ഈ പന്തളം ബേബി എന്റെ ലൈഫ് നശിപ്പിച്ച ഒരാളാ. ആൻസിയെ സിനിമാ നടിയാക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് കൊണ്ടുവന്ന് അവസാനം ഒരു അറസ്റ്റ് വരെ എത്തിച്ചത് ആരാ? ആ ഫ്രോഡാ. ചേട്ടന് ഇതൊന്നും ഓർമ്മയില്ലേ? അയാളാണോ ഇത്? പന്തളം. അപ്പൊ ഇയാളെ വെച്ച് ഞാൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്യും? ചേട്ടൻ അത് പറ. അനന്ത, നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? നീ നിന്റെ വേർഷൻ അല്ലേ ഇപ്പൊ പറയുന്നേ. നീ മറുവശം കൂടി ചിന്തിക്ക്. പന്തളം ബേബി അവളെ അവളുടെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് വന്നത് സിനിമാ നടിയാക്കാന്നും പറഞ്ഞോണ്ടൊന്നും അല്ല. അവള് നിന്റെ മുൻപിൽ വരുന്നതിന് മുൻപേ ഒരു ചരിത്രമുണ്ട്. 10-18 വയസ്സാകുന്നതിന് മുന്നേ, മേജർ ആകുന്നത് വരെ. അത് നിനക്കറിയില്ലല്ലോ. നിന്നോട് അവള് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എടാ, നീ അവളെ കല്യാണം കഴിച്ചപ്പോഴേ ഞാൻ ആ ചരിത്രമൊക്കെ അന്വേഷിച്ചതാ. 12-ാം വയസ്സിൽ പിഴച്ചതാണ് അവള്. അവള് നിന്റെ മുന്നിൽ വന്ന് പെട്ടു, അറസ്റ്റിലായി. ഞങ്ങൾ ഇടപെടുന്നത് വരെ അവളെ പലരും കൊണ്ടുപോയിട്ടുണ്ട്. അത് അവളുടെ ഇഷ്ടത്തിന്. കൂടെ അവളുടെ കൊച്ചാപ്പന് നടപ്പുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്കറിയാം. ഈ പന്തളം ബേബി ഇല്ലായിരുന്നെങ്കിൽ അറിയായിരുന്നു. അന്ന് ഇതിനേക്കാളും വഷളായേനെ ഈ കേസ്. അന്ന് ഈ ബേബി എന്നെ വിളിച്ച് എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതാ ഇത് കേസാക്കരുതെന്ന് പറയാൻ. ഇവനാണെങ്കിൽ അന്നേ അയാളോട് ശത്രുതയാ. അയാൾക്കില്ല, അന്നുമില്ല ഇന്നുമില്ല. അപ്പൊ തെറ്റുപറ്റിയത് ആർക്കാ? പന്തളം ബേബിക്കാണോ? അവൾക്കല്ലേ? കറങ്ങി തിരിഞ്ഞ് എങ്ങനെങ്കിലും ആ മനുഷ്യൻ നമ്മുടെ മുമ്പിലെത്തി. അത് ദൈവാനുഗ്രഹമാണെന്ന് വിചാരിച്ചാ പോരെ? അതുകൊണ്ടേ എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ. പന്തളം ബേബി മതി ഈ പ്രോജക്റ്റ് നടത്താൻ. നീ ഞങ്ങളുടെ കൂടെ നിൽക്കേ. നീ ഇത്രയും വഴിതെറ്റി പോയിട്ടും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിന്റെ ചേട്ടൻ കൂടെ നിൽക്കുന്നില്ലേ? ഞാൻ നിൽക്കുന്നില്ലേ? നീ അതിനെ ഒന്ന് മാനിക്കേ. ശരിയാടാ മോനെ, ഇവള് പറഞ്ഞതെല്ലാം ശരിയാ, അക്ഷരം പ്രതി ശരിയാ. നീ സമ്മതിക്കേ. ചേട്ടാ അത് മതി. നമ്മളത് തീരുമാനിച്ചു. നിന്റെ നന്മയ്ക്ക് വേണ്ടി. വന്നയാൾക്ക് കൈ കൊടുക്ക്. വാ മോനെ, എല്ലാം ശരിയാക്കാം. വന്ന അയാൾക്ക് കൈ കൊടുക്ക. നീ വാ ഇങ്ങോട്ട്. വാ മോനെ. ഇല്ല, അത് 24-ാം തീയതിയാ.
ആ ഷിഫ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഗോവയ്ക്ക് പോവും. അവിടെ ഒരു 6 ദിവസത്തെ വർക്കാ. അത് കഴിഞ്ഞാ ബ്രേക്കാ. ആ മിസ്റ്റർ അനന്തൻ എന്നെ കുറിച്ച് സംസാരിക്കാനായിരിക്കും മാഡത്തിനെയും സാറിനെയും കൊണ്ട് അകത്തേക്ക് പോയത് അല്ലേ? ഓ, ഒരു തെറ്റിദ്ധാരണ അതങ്ങ് അവസാനിച്ചു. മനസ്സിലൊരു ചെറിയ കരട് കിടന്നു. കാര്യം പറഞ്ഞപ്പോ മോനത് മനസ്സിലായി. ഇനി രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി അങ്ങ് നീങ്ങിയാ മതി. കൊടുകൈ കൊടുക്ക്. ആൾക്കെന്നോട് എന്ത് തെറ്റിദ്ധാരണ? ഞങ്ങൾ ഒന്നല്ലേ? ഇവിടെ വന്നാനെന്താ, ഞാനൊന്ന് സംസാരിക്കട്ടെ. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാലോ. നീ ഒന്ന് തന്നാലും ബേബി അത് കൊള്ളും. ഏയ് നമ്മൾ തമ്മിൽ ഒന്നായിട്ട് പോകേണ്ട ആൾക്കാരല്ലേ? നീ ഒന്ന് ഉഷാറാവ്. പെണ്ണമ്മോ, പെണ്ണമ്മേ, ഓ ഉറങ്ങുവാന്നോ? ആ ഞാനൊന്നും മയങ്ങി. ഉറക്കം രാത്രി പോലും ഇല്ല ഓനാച്ച. ഒന്ന് പുറത്തോട്ടൊന്ന് വന്നേ. ആ മോനെ, അമ്മച്ചി ഇപ്പം വരാട്ടോ. എന്തു ഓനാച്ച? ആൻസിക്ക് വന്ന ഒരു നോട്ടീസാ. കോടതിയിൽ നിന്നോ വക്കീൽ ഓഫീസിൽ നിന്നോ അയച്ചതാ. വക്കീൽ ഓഫീസിൽ നിന്നോ? ഒന്ന് പൊട്ടിച്ചു നോക്കിയാലോ? നമ്മൾ എന്നാ വായിക്കാനാ? ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും. ഹാൻസി വന്നിട്ട് നോക്കട്ടെ. ഓ ഇത് ചിലപ്പോ മറ്റേ കേസായിരിക്കും. സൈബറോ കുന്തോ ഏതാണ്ട്. ഞാനും അത് ശ്രദ്ധിച്ചില്ല. അപ്പൊ അത് തന്നെ ആയിരിക്കും. അപ്പൊ കേസ് പുരോഗമിക്കുന്നുണ്ട്. നമ്മുടെ മോളെ മാലാഖയാണെന്ന് നമ്മൾ അങ്ങ് തെളിയിക്കും. ഓനാച്ച അലക്സിനെ ഒന്ന് വിളിച്ചു നോക്ക്. സ്കൂളിൽ നിന്ന് ഇറങ്ങിയോന്ന് അറിയാലോ. വേണ്ട, അവരിങ്ങ് വന്നോളൂ. ആൻസി അലക്സിനെ ഒറ്റയ്ക്ക് അങ്ങനെ വിടണ്ട. വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോ ആനിക്കത് പിടിക്കണമെന്നില്ല. ചില മുറുമുറുപ്പൊക്കെ ഉണ്ട്. ഞാൻ ശ്രദ്ധിക്കില്ലെന്നാ അവള് കരുതുന്നേ. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണുങ്ങളുടെ മനസ്സല്ലയോ. വാശിക്ക് കെട്ടിയാ വാശിക്ക് കെട്ടിയാന്ന് പറഞ്ഞാലുവേ സ്നേഹം മറ്റൊരിടത്താണെന്നൊരു അർത്ഥം കൂടിയുണ്ട്. പെണ്ണിനത് സഹിക്കത്തില്ല. അവര് വന്നെന്നാ തോന്നുന്നത്. അതെ ആൻസി, കൊച്ചാപ്പനോട് കൂടെ ഉണ്ടായിരുന്ന ആനിയോട് പറയാവോ? ഇല്ലേ, അത് മതി. അല്ലാതെ തന്നെ ജംഗ്ഷനിലുള്ളവന്മാര് പഴയ കാര്യങ്ങൾ പറഞ്ഞ് വാട്ടാൻ തുടങ്ങി. പറയുന്നവര് പറഞ്ഞോട്ടെ, നമുക്കെന്താ. മോളെ പതുക്കെ. ചേട്ടാ, ചെറിയതാ പക്ഷെ നല്ല സ്കൂളാ. നിനക്ക് ഇഷ്ടപ്പെട്ടോ ആമി? കുഴപ്പമില്ല, പക്ഷെ കുട്ടികൾക്കൊരു വൃത്തിയില്ല. യൂണിഫോം ഇല്ലേ? ഒന്നുമില്ല എന്റെ മോനെ, നല്ല സ്കൂള് തന്നെയാ. പിന്നെ അവിടുത്തെ പോലെ ഒന്നും പറ്റില്ലെന്നേ ഉള്ളൂ. മാത്രല്ല അവിടെ നല്ല ടീച്ചർമാരെ. നിനക്കെന്തോ ഒരു നോട്ടീസ് വന്ന്. ഓനാച്ച ആ നോട്ടീസ് ഇനി കൊണ്ട് കൊടുത്തേ. മോളെ, സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇനി മുതൽ സ്കൂളിൽ പോവല്ലോ. നമ്മളാ കേസ് കൊടുത്തില്ലേ സൈബർ സെല്ലില്? പുതിയ ആള് വന്ന് ഏറ്റെടുത്തില്ലേ, അതിന്റെ നോട്ടീസ് ആയിരിക്കും ഇത്. അത് തന്നെ അല്ലയോ മോളെ? ഇത് വക്കീൽ നോട്ടീസ് ആണല്ലോ. ഞാൻ പറഞ്ഞില്ലയോ, മോള് കൊടുത്ത കേസ് അങ്ങ് മുറുകി. പക്ഷേ പുതിയ ആളെ മറ്റവന്മാരുടെ ആളാകാതിരുന്നാ മതി. മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞല്ലേ, അപ്പൊ നല്ല ആളെ വെക്കത്തുള്ളു. നല്ല ആളിനല്ലേ നേരത്തെ വെച്ചിരുന്നത്. എന്നിട്ടല്ലേ അവന്മാരാ പെണ്ണുകസി കുടിക്കിയത്. എന്താ മോളെ, അങ്ങോട്ട് ചെല്ലാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? വേണമെങ്കിലേ കൊച്ചാപ്പിനോടെ വരാം. കൊച്ചാപ്പ ഇത് അനന്തുവിന്റെ വക്കീൽ അയച്ചതാ. അനന്തുന്റെ വക്കീലോ? അതെന്തിനാ മോളെ? ഫാമിലി കോർട്ടില് കേസ് ഫയൽ ചെയ്തിരിക്കുക ഡിവോഴ്സിന്. ഡിവോഴ്സിനോ? അവൻ അത്രയ്ക്ക് വിളിപ്പായോ? എന്നതാ ഓനാച്ച? പിരിയാനുള്ള നോട്ടീസ് അയച്ചിരിക്കുക. എന്തുവാ? വിവാഹമോചനത്തിന്. എന്റെ കർത്താവേ, എനിക്ക് വയ്യ. അവന്റെ തലയിൽ എടുത്തേ വീഴും. രണ്ട് പിള്ളേരോടെ കിടപ്പുണ്ട്, അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ അലക്സിനോടൊന്ന് ചോദിച്ചു വരട്ടെ, നമുക്ക് കേസ് കൊടുക്കാം. എന്റെ മോളും കൊച്ചുകളെ അലക്സേ, അലക്സേ, കൊച്ചുങ്ങളെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കരുത്. ഈ നാട്ടിൽ ഇത് പുതിയ കാര്യമൊന്നും അല്ല. നമുക്ക് അലക്സിനോട് ചോദിച്ചേക്കാം. നമുക്ക് ഒരു നോട്ടീസ് കൊടുക്കാം. അലക്സേ, എടാ അലക്സേ, അലക്സേ.
മോളെ, അയ്യോ മോളെ, മോള് വിഷമിക്കണ്ട കേട്ടോ. കർത്താവ് എന്തെങ്കിലും വഴി കാട്ടി തരാതിരിക്കില്ല. മോള് പള്ളിയിൽ പോയി പീത്രച്ചനെ ഒന്ന് കണ്ടാ മതി. ഇല്ല അമ്മച്ചി, ഇനി എന്തിനാ ഞാൻ അവരെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇടവകയിൽ ആൻസി വർഗീസിന്റെ പേരത്ര നല്ല പേരല്ലേ ഇപ്പോ? അല്ലാതെ ഇനി എന്ത് ചെയ്യാനാ മോളെ? അമ്മച്ചി, ഇതൊന്നും അനന്തൻ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ല ഇപ്പോ. ആ ചിത്ര ചേച്ചി അവരെല്ലാം കൂടെ ചെയ്യിക്കുന്നാവും. അപ്പൊ ഇനി എന്ത് ചെയ്യും മോളെ? ഞാൻ എന്തിനെ കണ്ട കാര്യം പറഞ്ഞോളൂ അമ്മച്ചി. കർത്താവേ, എന്റെ കുഞ്ഞിന്റെ ഒരു കാര്യം എന്തൊരു ഗതികേടാ. ഓരോന്നോരോന്ന് ഈ കുടുംബത്തിന് വരുന്നത്.